ഭരണം തുടങ്ങി ഒരു 5 വർഷം മുന്നോട്ട് പോകുമ്പോൾ പല വെല്ലുവിളികളും ബി.ജെ.പിക്ക് അതിജീവിക്കേണ്ടി വരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വേണമെങ്കിൽ ഒരു പക്ഷേ LDFും UDFും ഒക്കെ ചേർന്ന് ബി.ജെ.പിയെ ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കാനുള്ള ഒരു ശ്രമം കൂടി ഒരു പക്ഷേ ഉണ്ടായേക്കാം. ഇടതും വലതും പ്രതിപക്ഷത്തിരിക്കുന്നുണ്ട്, വളരെ ശക്തരാണ്. ശക്തമായ പ്രതിപക്ഷമായി അവർ തുടരും എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ ബി.ജെ.പിക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല. തിരുവനന്തപുരം പോലുള്ള ഒരു കോർപ്പറേഷൻ നിലനിർത്താൻ വേണ്ടി അവർ തീർച്ചയായും എല്ലാ തന്ത്രങ്ങളും പയറ്റും. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് VV രാജേഷ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. എന്റെ കഴിവിന്റെ പരമാവധി അനുഭവസമ്പത്തും പരിചയസമ്പന്നതയും ഉപയോഗിച്ചുകൊണ്ട് ഒരുമിച്ച് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രതീക്ഷയാണ് നമ്മളൊക്കെ അർപ്പിക്കുന്നത് ഞാൻ ആദ്യം തന്നെ പറയുകയാണ്. നമസ്കാരം, വനിതാ ജംഗ്ഷനിലേക്ക് സ്വാഗതം. സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി ബി.ജെ.പി ഒരു കോർപ്പറേഷൻ ഭരിക്കാൻ പോവുകയാണ്, അതും തലസ്ഥാന കോർപ്പറേഷൻ. 4 പതിറ്റാണ്ടായി തുടർന്ന ഇടതുകോട്ട തകർത്താണ് ബി.ജെ.പി തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ബി.ജെ.പിയുടെ പ്രധാന വേദി ഇനി തിരുവനന്തപുരമാകും. കേവല ഭൂരിപക്ഷമില്ലാത്ത ബി.ജെ.പിക്ക് ഒരു സ്വതന്ത്രന്റെ പിന്തുണ കിട്ടിയെങ്കിലും നിലവിൽ ഭരിക്കാൻ തലവേദനയില്ല. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പി വാഴുമോ അതോ വീഴുമോ? എന്തായാലും വെല്ലുവിളി നിറഞ്ഞ 5 വർഷങ്ങളാണ്. ഈ വിഷയമാണ് വനിതാ ജംഗ്ഷൻ ഇന്ന് പരിശോധിക്കുന്നത്. അമ്പിളി, നേരത്തെ നമ്മൾ ഇൻട്രോയിലൊക്കെ സൂചിപ്പിച്ചതുപോലെ ഇടതുകോട്ട തകർത്ത് ബി.ജെ.പി പോലും പ്രതീക്ഷിക്കാത്ത അത്ര വലിയൊരു ഭൂരിപക്ഷത്തിലാണ്, അത്രയധികം വാർഡുകൾ നേടിയാണ് ഈ ബി.ജെ.പിയുടെ ഒരു അധികാരത്തിലേക്ക് വരുന്നു എന്നുള്ളത് തന്നെ. അതും സംസ്ഥാനത്ത് ആദ്യ ഭരണം പിടിക്കുന്നത് തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിലായ, അതും ഒരു അഭിമാന നേട്ടമാണ് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഇടതുപക്ഷം അധികാരത്തിലിരിക്കെ കോർപ്പറേഷൻ ബി.ജെ.പി ഭരിക്കുമ്പോൾ ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരാനിരിക്കുന്നുണ്ട് എങ്കിൽ കൂടിയും നിലവിൽ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളികൾ ഏറെയാണ്. എങ്ങനെയായിരിക്കും ഈ ഒരു 5 വർഷം അവർക്ക് ഉണ്ടാവുക? ഇപ്പോൾ കേവല സ്വതന്ത്രൻ മേയർ തെരഞ്ഞെടുപ്പിലൊക്കെ ഉൾപ്പെടെ സ്വതന്ത്രൻ്റെ പിന്തുണയൊക്കെ ഉറപ്പാക്കാൻ ബി.ജെ.പിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊരു താൽക്കാലിക പിന്തുണയാണെന്ന് സ്വതന്ത്രൻ പറയുമ്പോൾ കൂടി ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം അത് ഒരു വെല്ലുവിളി തന്നെയാണ് ഈ വരാനിരിക്കുന്ന കുറച്ച് വർഷങ്ങൾ എന്ന് പറയുന്നത്. എങ്ങനെയായിരിക്കും ബി.ജെ.പിയുടെ ആ വരാനിരിക്കുന്ന ഒരു 5 വർഷങ്ങളെ എങ്ങനെ നോക്കിക്കാണുന്നു? ഇപ്പോൾ ഇനി അങ്ങോട്ടുള്ള 5 വർഷത്തേക്കുള്ള നമ്മുടെ സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഭരണം തുടങ്ങിയിട്ടേ ഉള്ളൂ. അതായത് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറി ഭരണം തുടങ്ങാൻ പോകുന്ന ഒരു സാഹചര്യമാണ്. മായ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ ബി.ജെ.പിക്ക് എന്തായാലും ചരിത്രത്തിലെ ഒരു വിജയമാണ്. ഈ സംസ്ഥാനത്ത് ആദ്യമായിട്ടാണല്ലോ ഒരു കോർപ്പറേഷൻ ഭരിക്കാൻ കിട്ടുന്നത്, അതും തലസ്ഥാനത്തെ. അവർ ഏറെക്കാലമായി അധികാരത്തിൽ വരുമെന്ന് സ്വപ്നം കാണുന്ന ഒരു കോർപ്പറേഷൻ കൂടിയായിരുന്നു തലസ്ഥാനത്തെ തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ബി.ജെ.പിയുടെ അംഗസംഖ്യ എന്ന് പറയുന്നത് 50ആണ്. മായ സൂചിപ്പിച്ച പോലെ തന്നെ ഈ മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ പാറ്റൂരിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ പിന്തുണ നേടിയിട്ടുണ്ട്. പക്ഷേ ഒരു ഭരണം തുടങ്ങി ഒരു 5 വർഷം മുന്നോട്ട് പോകുമ്പോൾ പല വെല്ലുവിളികളും ബി.ജെ.പിക്ക് അതിജീവിക്കേണ്ടി വരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനിയിപ്പം മേയർ ആയി ഭരണം മുന്നോട്ട് പോകുമ്പോൾ 45 ദിവസത്തിനകം പ്രധാനമന്ത്രി കേരളത്തിലെത്തും. വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. അതായത് അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെയുള്ള ബി.ജെ.പിയുടെ ഒരു വലിയ സ്വപ്ന പദ്ധതിയാണത്. പക്ഷേ ഇടതും വലതും പ്രതിപക്ഷത്തിരിക്കുന്നുണ്ട്, വളരെ ശക്തരാണ്. ശക്തമായ പ്രതിപക്ഷമായി അവർ തുടരും എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ ബി.ജെ.പിക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല. ഈ സ്വതന്ത്രൻ്റെ പിന്തുണ എന്ന് പറയുന്നത് മേയർ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടൊക്കെ ആയിരുന്നു. ഇനി അങ്ങോട്ട് ത്രൂ ഔട്ട് ഈ 5 വർഷം പിന്തുണ കിട്ടുമോ എന്നും അറിയില്ല. അപ്പോൾ ബി.ജെ.പി നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് ഈ കൗൺസിലിൽ കേവല ഭൂരിപക്ഷം ഉറപ്പിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അവർ കൊണ്ടുവരുന്ന അജണ്ടകൾ അവർക്ക് നടപ്പാക്കണമെങ്കിൽ ആ കേവല ഭൂരിപക്ഷം ഉറപ്പാക്കിയേ മതിയാകൂ. അല്ലെങ്കിൽ ആ അജണ്ടയ്ക്കെതിരെ വോട്ടെടുപ്പൊക്കെ പ്രതിപക്ഷത്തിന് ആവശ്യപ്പെടാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ
ഒന്നും കാര്യങ്ങൾ പോകാതിരിക്കാനുള്ള തന്ത്രങ്ങൾ മെനയുന്ന ഒരു മേയർ കൂടി വരണം. ആ സാഹചര്യത്തിലാണ് വി വി രാജേഷ് മേയറാകുന്നത്. നമുക്കറിയാം തിരുവനന്തപുരം കോർപ്പറേഷൻ BJPക്ക് ഭൂരിപക്ഷം കിട്ടിയ സാഹചര്യത്തിൽ ഇപ്പോൾ തുടക്കത്തിലൊരു തലവേദനയില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് പറയാം. പക്ഷേ അങ്ങോട്ട് പോകുമ്പോഴാണ് അവർ പല വെല്ലുവിളികളും നേരിടുക. അപ്പോൾ ആദ്യം കോർപ്പറേഷനിൽ പിന്നെ ശ്രീലേഖയായിരിക്കും മേയറും ഡെപ്യൂട്ടി മേയറും സ്ത്രീകളാകുമെന്നുള്ള പരിഗണനയിലായിരുന്നു. പിന്നെയാണ് ഏറ്റവും അവസാനം വി വി രാജേഷിലേക്ക് എത്തുന്നത്. പിന്നെ ഡെപ്യൂട്ടി മേയറായിട്ട് ആശയും വരുന്നത്. അത് വമ്പൻ ട്വിസ്റ്റ് ആയിട്ടാണ് വി വി രാജേഷിന്റെ പേര് വന്നത്. കാരണം അത് തുടക്കം മുതൽ ശ്രീലേഖയുടെ പേരുകളൊക്കെയാണ് നമ്മൾ ആ പ്രഖ്യാപനത്തിന്റെ അന്ന് രാവിലെ മുതൽ തന്നെ ചർച്ചകളൊക്കെ ശ്രീലേഖയുടെ പേരാണ്. പിന്നെയാണ് വി വി രാജേഷിലേക്ക് എത്തിയത്. അതായത് ദേശീയ തലത്തിൽ ഉറ്റുനോക്കുന്ന ഒരു സ്ഥലം കൂടിയായി BJPയെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം കോർപ്പറേഷൻ. അപ്പോൾ ഒരു പ്രതിച്ഛായ എന്ന് പറയുന്ന ഒരു സംഭവം അവർ മുന്നോട്ട് വെച്ചിരുന്നു. അപ്പോഴാണ് ഈ വെല്ലുവിളികൾ അതിജീവിക്കേണ്ടി വരുമെന്നുള്ളത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു തീരുമാനമാണ്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ തീരുമാനമാണ് വി വി രാജേഷിലേക്ക് എത്തുക. കാരണം വർഷങ്ങളായിട്ടുള്ള പാർട്ടിയിലെ അനുഭവ പരിചയം, അതുപോലെ തന്നെ തലസ്ഥാനത്തിൻ്റെ ആളാണ്, BJPയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. അപ്പോൾ ഡെപ്യൂട്ടി മേയറായാലും ആശയാണെങ്കിലും 3 തവണ കൗൺസിലേക്ക് മത്സരിച്ചു വന്നു. നമുക്ക് തീർച്ചയായിട്ടും പറയാം തിരുവനന്തപുരത്തെ വളർന്നു വരുന്ന ഒരു വനിതാ നേതാവ് കൂടിയാണ് അവർ. അപ്പോൾ ആ പരിചയമൊക്കെ ഉൾപ്പെടുത്തി അപ്പോൾ പ്രതിച്ഛായ മാറ്റിവെച്ച് രാഷ്ട്രീയ പരിചയം അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള ഒരു തീരുമാനം തന്നെയാണ് BJP അതിലെടുത്തത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ ഈ പറയുന്ന പോലെ തന്നെ പ്രതിപക്ഷം ശക്തരാണ്. അതായത് പതിറ്റാണ്ടുകളായിട്ട് LDF ആണ് ഭരിച്ചിട്ടുള്ളത്. അപ്പോൾ അടുത്ത ഒരു ശക്തമായ പ്രതിപക്ഷമായി നിലകൊള്ളുമെന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ടത് അടുത്ത ഒരു തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കണമെന്നില്ല. കിട്ടുന്ന എല്ലാ അവസരങ്ങളും ഉപയോഗിക്കാനുള്ളൊരു ശ്രമം CPMൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. പിന്നെ 5 CPMൻ്റെ മുതിർന്ന നേതാക്കൾ പിന്നെ ഇടത് മുന്നണിയുടെ പ്രത്യേകിച്ച് മുൻ മേയറുണ്ട്, അതിൽ ഡെപ്യൂട്ടി മേയറുണ്ട്, സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഇരുന്ന പല ആളുകളും ഒക്കെയുണ്ട്. അപ്പോൾ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു പക്ഷേ ഈ മുതിർന്ന നേതാക്കൾ അത് BJPയിലെ ആയാലും അപ്പോൾ വി വി രാജേഷ് ആയാലും ശ്രീലേഖ ആയാലും കോൺഗ്രസ്സിലെ ആയാലും CPMലെ നേതാക്കളൊക്കെ എത്ര ആളുകൾ നിയമസഭയിലേക്ക് മത്സരിക്കും എന്നുള്ള കാര്യം നമുക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഉറപ്പിച്ചിട്ടുള്ള വാർഡുകളൊക്കെ കൈവിട്ട് പോകാതെയും അത് നിലനിർത്താനുള്ളൊരു ശ്രമം BJPയുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അപ്പോൾ ആ രീതിയിലൊക്കെ BJP ഭരണം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പലതരത്തിലുള്ള വെല്ലുവിളികൾ നേരിടുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ മുന്നോട്ട് ഉള്ള ഭരണത്തിന് ഇനിയിപ്പോൾ വിഴിഞ്ഞത്ത് കൂടി തെരഞ്ഞെടുപ്പ് നടക്കാനുണ്ട്. അപ്പോൾ വിഴിഞ്ഞത്ത് കൂടി ആ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ BJPക്ക് അതാണ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി കൂടുതൽ ഒരു തലവേദന ഉണ്ടാകുക. വിഴിഞ്ഞത്ത് സ്വാധീന സ്ഥലം ഇല്ല. അപ്പോൾ ഒന്നുകിൽ UDF LDF അതിൽ മത്സരിച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാൾ ജയിക്കുമ്പോൾ അവിടെ ഒരു കൗൺസിലർ കൂടി വരുമ്പോൾ ഇവർക്കിപ്പോൾ ഈ സ്വതന്ത്രൻ്റെ പിന്തുണ ഉണ്ട് എന്ന് പറയുമ്പോഴും അത് ത്രൂ ഔട്ട് കിട്ടുമോ എന്നുള്ള ഒരു ഉറപ്പുമില്ല. അപ്പോൾ വേണമെങ്കിൽ ഒരു പക്ഷേ ഈ LDFും UDF ഒക്കെ ചേർന്ന് BJPയെ ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കാനുള്ള ഒരു ശ്രമം കൂടി ഒരു പക്ഷേ ഉണ്ടായേക്കാം. പക്ഷെ അത് നമുക്ക് എത്രത്തോളം ഉണ്ടാകുമെന്ന് ഉറപ്പില്ല. കാരണം ഈ LDFും UDFും മൊത്തത്തിൽ തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ അങ്ങനെ ഒരു കൂട്ടുകെട്ടുണ്ടാക്കി BJPയെ താഴെ ഇറക്കുന്നത് പാർട്ടിക്കുള്ളിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകും. പക്ഷെ അത് ജനപിന്തുണയേക്കും അതൊരു ഭീഷണിയാണ്. കാരണം അപ്പോൾ ഈ BJP ഇത്രയും നാളും പറഞ്ഞ് നടന്നതിന് ഈ ഇവരുടെ ഒരു കൂട്ടുകെട്ട് അതിനൊക്കെ അതും ശരിയായി വരും. അത്തരത്തിലുള്ള വെല്ലുവിളികളും ഒക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെ ഒരു ഭീഷണി ഉണ്ടാകാൻ പോകുന്നുണ്ടെങ്കിൽ അത് വിഴിഞ്ഞ സീറ്റുമായി ബന്ധപ്പെട്ട് ആകുമെന്നാണ് തോന്നുന്നത്. പക്ഷേ ഈ BJP ഈ അധികാരം നിലനിർത്താൻ എല്ലാ തന്ത്രങ്ങളും പയറ്റുമെന്ന് തന്നെയാണ് തോന്നുന്നത്. ആ തന്ത്രത്തിൻ്റെ ആദ്യപടിയായി തന്നെയാണ് ഈ മേയർ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ഈ സ്വതന്ത്രൻ്റെ ഒരു പിന്തുണ ആ ഒരു തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ സ്വതന്ത്രൻ്റെ പിന്തുണ ഉറപ്പാക്കാൻ പറ്റി എന്നുള്ളത് അവരുടെ ഒരു തന്ത്രത്തിൻ്റെ ഒരു വിജയത്തിൻ്റെ ഒരു ആദ്യ പടിയായിട്ടാണ് മനസ്സിലാകുന്നത്. നമ്മൾ പാലക്കാട് ഉൾപ്പെടെ കണ്ടതാണ്. BJP കേവലം ഭൂരിപക്ഷമില്ലാതെ ഭരിച്ചതാണ്. പിന്നീട് അവസാനം അവിശ്വാസം കൊണ്ടുവന്നു. പക്ഷേ ആ സമയത്ത് UDFൻ്റെ ഒരു കൗൺസിലറെ മാറ്റി നിർത്താൻ കുറച്ച് ആ മേയർ അവിശ്വാസ പ്രമേയത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ആ UDF മെമ്പറെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് BJPക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അത്രത്തോളം ചടുലതയോട് കൂടിയിട്ട് അത്രത്തോളം തന്ത്രപരമായിട്ട് അവർ ആ ഒരു നഗരസഭ പിടിച്ചെടുക്കാൻ വേണ്ടി ആ ഭരണം നിലനിർത്താൻ വേണ്ടിയിട്ട് BJP ശ്രമിക്കുകയാണെങ്കിൽ തിരുവനന്തപുരം പോലുള്ള ഒരു കോർപ്പറേഷൻ നിലനിർത്താൻ വേണ്ടി അവർ തീർച്ചയായും എല്ലാ തന്ത്രങ്ങളും പയറ്റും. എനിക്ക് തോന്നുന്നതിൽ ഏറ്റവും കൂടുതൽ വികസനം മുൻനിർത്തി തന്നെയായിരിക്കും BJPയുടെ പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളത്. ജനുവരിയിൽ എന്തായാലും പ്രധാനമന്ത്രി വരുമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം ഈ മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ സുരേഷ് പറഞ്ഞത് നമുക്ക് ഈ ഭരണത്തിലേക്കുള്ള നമ്മുടെ ഗേറ്റ് വേ ആണ് തിരുവനന്തപുരം കോർപ്പറേഷൻ എന്നുള്ളതാണ്. നമ്മൾ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചു. അതുകൊണ്ട് തന്നെ വികസന പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ട് മറ്റെങ്ങും കാണാത്ത രീതിയിൽ നമ്മൾക്ക് ഈ
സംസ്ഥാനത്തിൻ്റെ ഭരണം ഞങ്ങളെ ഏൽപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ മുൻനിർത്തി അവർ കാണിച്ച് അത്തരത്തിലുള്ള പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ തന്നെയായിരിക്കും സ്വാഭാവികമായിട്ട്. പിന്നെ അഥവാ LDF UDF കൂട്ടുകെട്ടുണ്ടായി ഇവരെ ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കിയാൽ തന്നെയും അതും അവർ ജനപിന്തുണ ഉറപ്പാക്കി ചിലപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ അവർ കൂടുതൽ സീറ്റാക്കി മാറ്റാൻ അത് ശ്രമിക്കും. കാരണം ജനപിന്തുണ, കാരണം ഞങ്ങളെ ഇറക്കിക്കഴിഞ്ഞാൽ വികസനം എന്നുള്ളത് അത് തീർച്ചയായും തിരുവനന്തപുരം കോർപ്പറേഷനല്ല സംസ്ഥാനത്തിനുൾപ്പെടെ ആ ഒരു വികസനം വരില്ല എന്നുള്ള രീതിയിൽ ആ രീതിയിലുള്ള വാഗ്ദാനങ്ങളും, കാരണം കേന്ദ്രത്തിൻ്റെ പിന്തുണയുണ്ട്, കേന്ദ്ര ഫണ്ട് നേടിയെടുക്കുന്നതിൽ ഉൾപ്പെടെ BJPക്ക് വളരെ മികച്ച രീതിയിൽ പ്രവർത്തിക്കാനാകും, നേടിയെടുക്കാനാകും ഫണ്ട്. ആ രീതിയിൽ സ്മാർട്ട് സിറ്റി പോലെയുള്ള കേന്ദ്ര പ്രവർത്തനങ്ങൾക്കൊക്കെ കേന്ദ്ര ഫണ്ട് വേണം. അപ്പോൾ ഫലപ്രദമായ രീതിയിൽ അത് ഉപയോഗിച്ചുകൊണ്ട് ഈ വികസനം അത് തന്നെയായിരിക്കും അവർ പ്രധാന അജണ്ടയാക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ മായ പറഞ്ഞ പോലെ തന്നെ ഈ ഭരണം നിലനിർത്താനുള്ള എല്ലാ തന്ത്രവും BJPയുടെ ഭാഗത്തു നിന്നുണ്ടാകും. ആ ശ്രമം അവർക്ക് തുടർന്നുകൊണ്ടേയിരിക്കേണ്ടി വരും. ഇപ്പോൾ തന്നെ 2 സ്വതന്ത്രന്മാരാണ് കോർപ്പറേഷനിലുള്ള, അതിൽ ഒരാളുടെ പിന്തുണ ഉറപ്പാക്കി കഴിഞ്ഞു. അത് ഈ മേയർ സ്ഥാനാർത്ഥിത്വമാണ് എന്നൊക്കെ പറയുമ്പോൾ പോലും ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്കും അവരുടെ വാർഡിൽ ഈ വികസനം കാഴ്ചവെക്കണമെങ്കിൽ ഈ ഭരണമുന്നണിയുടെ പിന്തുണ വേണമല്ലോ. അപ്പോൾ ആ സാഹചര്യത്തിൽ ഒരു പക്ഷേ ആ രീതിയിലുണ്ടാകും. പിന്നെ ഈ മറ്റുള്ള പ്രതിപക്ഷത്തിരിക്കുന്ന മുന്നണികളിൽ നിന്ന് ആളുകളെ അടർത്തിയെടുക്കാനുള്ളൊരു ശ്രമവും ഒരു പക്ഷേ BJPയുടെ ഭാഗത്തു നിന്നുണ്ടാകും. അത്തരത്തിലുള്ള ശ്രമങ്ങൾ അവർ തുടർന്നുകൊണ്ടേയിരിക്കും. ഒപ്പം തന്നെ ഈ സ്വതന്ത്രന്മാരെ ഒരാളെ കൂടെ നിർത്തി ഇനി മറ്റൊരാളെയും അവരെ ത്രൂ ഔട്ട് ഒപ്പം നിർത്തി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു അന്തിമഘട്ടത്തിലാണ് എന്നുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. കൂടെ 5 വർഷവും നിർത്തുക എന്നുള്ളത്. പിന്നെ മായ പറയുന്ന പോലെ തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വലിയൊരു അജണ്ടയുണ്ട്, വലിയ പ്രഖ്യാപനങ്ങളുണ്ട്. പക്ഷേ അത് ഈ കേവല ഭൂരിപക്ഷം ഇല്ലാത്ത സാഹചര്യത്തിൽ എത്രത്തോളം നടത്തിയെടുക്കാൻ പറ്റുമെന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം കേവല ഭൂരിപക്ഷം ഇല്ലെങ്കിൽ അവരുടെ അജണ്ടകളൊക്കെ നടപ്പാക്കിയെടുക്കാൻ അത്ര സാധ്യതയില്ല. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പ്രതിപക്ഷം അത്രത്തോളം സ്ട്രോങ് ആണ്. 2 പ്രതിപക്ഷമാണെന്ന് LDFും UDFും ഒരുപോലെ സീറ്റുകളൊക്കെ നേടി മുൻ MLA ഉൾപ്പെടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അമ്പിളി പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആ പ്രതിപക്ഷം സ്ട്രോങ് ആയതും ഇവർക്ക് കേവല ഭൂരിപക്ഷം അത്ര ഇല്ലാത്തത് കൊണ്ടും ഒരു പക്ഷേ അവരുടെ എല്ലാ അജണ്ടകളും നടപ്പാക്കാൻ എത്രത്തോളം സാധിക്കും എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യം. പ്രതിപക്ഷം കൂടുതൽ സ്ട്രോങ് ആവുന്നത് പിന്നെ ഞങ്ങൾക്ക് ഭരണം കൂടുതൽ നന്നായി മെച്ചപ്പെട്ട് കാഴ്ചവെക്കാൻ കഴിയും എന്നുള്ളതാണ് VV രാജേഷ് കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞത്. അപ്പോൾ ഈ VV രാജേഷ് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ അത്തരത്തിലുള്ള ഒരു പിന്നെ ഈ അജണ്ടകൾ നടപ്പാക്കുമ്പോൾ അതിനെ എതിർക്കാനുള്ള വോട്ടെടുപ്പിലേക്കൊക്കെ പോകാതിരിക്കാനുള്ള ഒരു തന്ത്രം മെനയുക എന്നുള്ളത് ഒരു മേയറുടെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ BJP ഈ പ്രതിച്ഛായ മറന്ന് രാഷ്ട്രീയ പരിചയമുള്ള ആളെ തന്നെ നേതൃസ്ഥാനത്തേക്ക് വെച്ചത്. പിന്നെ മായ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ അവിശ്വാസ പ്രമേയം നിയമസഭ വരെ എന്തായാലും അതുണ്ടാവില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഈ പ്രതിപക്ഷത്തിരിക്കുന്നവരും സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ കൂടെ കൂട്ടുന്നതൊക്കെ നിയമസഭയിൽ ഒരു പക്ഷേ വലിയ രീതിയിലുള്ള ഒരു പ്രചരണമാകുമെന്നുള്ളത് കൊണ്ടൊക്കെ ആയിരിക്കാം. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കുറച്ചും കൂടി വെല്ലുവിളിയായിരിക്കും BJPക്ക് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം അവിശ്വാസം കൊണ്ടുവന്ന പ്രതിപക്ഷത്തിരിക്കുന്ന മുന്നണികൾ പിന്തുണച്ചു കഴിഞ്ഞാലൊക്കെ അതൊക്കെ അവിശ്വാസത്തെ നേരിടുക എന്നുള്ളതൊക്കെ BJPക്ക് വലിയൊരു വെല്ലുവിളിയായിട്ടാണ് കാണുന്നത്. തീർച്ചയായും ഈ ഇന്ത്യ സഖ്യം വരുമോ? ഈ BJP കോർപ്പറേഷനൊക്കെ അധികാരത്തിൽ വന്ന സമയത്ത് ഇന്ത്യ സഖ്യം പലയിടത്തും ഉണ്ടല്ലോ. അതിപ്പോൾ കേരളത്തിലൊക്കെ വരുമോ എന്നുള്ള ചർച്ചകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് എന്തായാലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ അത്തരത്തിലുള്ള ഒരു കൂട്ടുകെട്ടിനൊന്നും സാധ്യതയില്ല. നമ്മൾ സൂചിപ്പിച്ചതുപോലെ അത് ഇരു കൂട്ടർക്കും അത് ദോഷം ചെയ്യും, അതുകൊണ്ട് ജനവികാരം തിരിച്ചടിയാകും. ആ ഒരു സാഹചര്യത്തിൽ അത്തരത്തിലുള്ള കൂട്ടുകെട്ടിനൊന്നും ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ സാധ്യതയില്ല എന്ന് തോന്നുന്നു. ഇനി അഥവാ അത്തരത്തിലൊരു കൂട്ടുകെട്ട് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ തുടക്കം ചിലപ്പോൾ ഒരുപക്ഷേ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്നായിരിക്കും എനിക്ക് തോന്നുന്നത്. BJPയെ താഴെ ഇറക്കാൻ വേണ്ടി ആയിരിക്കും എന്നാണ് എനിക്ക് തീർച്ചയായും. പോലെ തന്നെ കിട്ടുന്ന എല്ലാ അവസരങ്ങളും പ്രതിപക്ഷം ഉപയോഗിക്കും. കാരണം പതിറ്റാണ്ടുകളായിട്ടുള്ള തലസ്ഥാന കോർപ്പറേഷനാണ് എല്ലാവരെ സംബന്ധിച്ചോളം അഭിമാനമായിട്ടുള്ള. കാരണം LDFനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് അവരുടെ ഒരു അഭിമാന പ്രശ്നം കൂടിയാണ്. കാരണം വർഷങ്ങളായിട്ടുള്ള അവരുടെ ഒരു ഭരണമാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചരിത്ര നേട്ടമാണ്. അതുകൊണ്ട് മായ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ BJPയുടെ കോർപ്പറേഷൻ ഭരണം വാഴുമോ വീഴുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പറയാൻ സാധിക്കില്ല. പക്ഷേ 5 വർഷം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് വെല്ലുവിളികൾ നിറഞ്ഞതാണ് എന്ന് തന്നെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ പറയാൻ സാധിക്കും. പക്ഷെ ഒരു 51 എന്നൊരു മാജിക് നമ്പറിലേക്ക് അവർക്ക് ഈ മേയർ തെരഞ്ഞെടുപ്പും അതുമായി ബന്ധപ്പെട്ട് ഇനി അങ്ങോട്ടുള്ള മുന്നോട്ടുള്ള കാര്യങ്ങളിലൊക്കെ താൽക്കാലികമായി ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പതിറ്റാണ്ടുകൾക്ക് ശേഷം LDFിൽ നിന്ന് BJP തിരുവനന്തപുരം കോർപ്പറേഷന്റെ അധികാരം പിടിച്ചെടുത്ത് ഭരണവുമായി മുന്നോട്ട് പോകുമ്പോൾ ശക്തമായ പ്രതിപക്ഷ വെല്ലുവിളി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല.
അതുകൊണ്ട് തന്നെ നയചാതുരിയോടെ അതിനെ നേരിടാൻ കഴിയാതെ വന്നാൽ ഭരണം തന്നെ പ്രതിസന്ധിയിലാകുന്നൊരവസ്ഥയുണ്ടാകും. നിലവിൽ കേവല ഭൂരിപക്ഷമായ 51 എന്ന മാജിക് സംഖ്യ സ്വതന്ത്രന്റെ പിന്തുണയോടെ നേടിയെടുത്ത് ഭരണം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് BJP നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ശ്രമമുണ്ടാവുക.